അടുത്തതായി വേദിയിലേക്ക് ഉപഹാരം സ്വീകരിക്കാൻ ലിസി ടീച്ചറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉപഹാരം കൊടുക്കുവാനായി സജീഷിനെ വേദിയിലേക്ക് വിളിക്കുന്നു. മുൻപ് ഞാൻ 23-ന് നിങ്ങൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചില വാക്കുകൾ പറഞ്ഞിരുന്നു. അത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നിൽക്കുന്നത് എന്നെ ആദ്യമായിട്ട് ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ മുന്നിലാണ്. ആദ്യത്തേത് എന്തും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങളും എനിക്ക് പ്രിയപ്പെട്ടതാണ്. മറ്റൊന്ന്, എന്നെ അധ്യാപികയാകാനായിട്ട് വേണ്ടത്ര ശിക്ഷണം നൽകിയിട്ടുള്ള അധ്യാപകരും എൻ്റെ മുന്നിലുണ്ട്. അവരെയും ഞാൻ ഓർക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, 2000 ബാച്ചാണ് നിങ്ങൾ. അന്നൊക്കെ നിങ്ങൾ ചെറിയ കുട്ടികളാണ്. അപ്പം അതിനിടയിൽ ജിനേഷ് പറയണ കുട്ടിയുടെ കാര്യം പറഞ്ഞു. ഇപ്പം ജിനേഷിനെ പറ്റി ചെറിയൊരു ഓർമ്മയുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണോ എന്ന് അറിയില്ല. എങ്കിലും ജിനേഷിന് ഞാൻ അഞ്ജലികൾ അർപ്പിക്കുന്നു. അപ്പോൾ 2000-ൽ നിങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ്. അന്ന് ദീപ്തിയിലെ കുട്ടികളാണ് നിങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ദീപ്തിയിൽ നിന്ന് പോയി 25 വർഷം കഴിഞ്ഞു. നിങ്ങളെല്ലാവരും സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ശേഷിയുള്ളവരായിട്ട് മാറി. ഇതുപോലെ വലിയ വലിയ സംരംഭങ്ങളും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ത്രാണിയുള്ളവരായിട്ടുള്ളത് കൊണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ ഇപ്പോൾ ദീപ്തിയിൽ നിൽക്കുന്നത് ഇതിലെ അവസാനത്തെ ഇലയായിട്ടാണ്. അവസാനത്തെ ഇലയാണ്, കൊഴിയാൻ പോകുന്ന അവസാനത്തെ ഇല. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ദീപ്തിയിലെ ഓൾഡ് സ്റ്റുഡൻറ്റ് ഓഫ് ദീപ്തി, ദീപ്തീസ് ഓൾഡ് സ്റ്റുഡൻ്റാണ് നിങ്ങൾ. അതായത് ദോസ്ത് അറ്റ് 2K 2000 എന്നാണ് നിങ്ങളെ ഞാൻ അഭിസംബോധന ചെയ്യുക. അപ്പോൾ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, സന്തോഷമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇടയിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളെയൊക്കെ പറ്റി സംസാരിച്ചു. അപ്പോൾ അതോടൊപ്പം ഒരു കാര്യം പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളോടൊപ്പം ദീപ്തിയും പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വെള്ളി നക്ഷത്രങ്ങളായിട്ട് ഇപ്പോൾ നിൽക്കുമ്പോൾ ദീപ്തി സുവർണ ജൂബിലിയുടെ നിറവിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കുട്ടികളുടെ ഒരു ഓർമ്മ, അതായത് ദീപ്തിയുടെ സുവർണ നിമിഷങ്ങളിൽ നിങ്ങളുടെ ഒരു വെള്ളി രേഖകൾ എന്തെങ്കിലും ഓർമ്മയ്ക്കായിട്ട് ദീപ്തിയിലേക്ക് കൊണ്ടുവരണം എന്ന് എനിക്കൊരാഗ്രഹം തോന്നി. അപ്പോൾ അത് നിങ്ങൾ സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാവർക്കും സന്തോഷമുണ്ട് നിങ്ങളെയൊക്കെ കണ്ടതിൽ. ഞാനെപ്പോഴും ഇപ്പോഴത്തെ കുട്ടികളോട് പറയാറുണ്ട്, പഴയ കുട്ടികൾ ഇങ്ങനെയായിരുന്നു എന്ന്. അപ്പോൾ ഇപ്പോഴും ഞാനിപ്പോൾ ലീവിലാണ്. അപ്പോൾ എന്നെ വിപിൻ ദാസ് വിളിച്ചിരുന്നു. അപ്പോൾ ഒരു ക്ഷമാപണം ഉണ്ട്, വിപിൻ ദാസ് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോലീസ് അറസ്റ്റ് പേടിച്ചിട്ടല്ല, എങ്കിലും ഞാൻ വിപിൻ ദാസിനോട് പറഞ്ഞു, വേണ്ട, ഞാൻ സ്വമേധയെ കീഴടങ്ങിക്കോളാമെന്ന് പറഞ്ഞു. വേറെ ഒന്നുകൊണ്ടല്ല, എൻ്റെ വീട്ടിൽ കുറച്ച് വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പൊടിപടലങ്ങളും ബഹളമൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ അതിന് വിപിൻ ദാസിനോട് ഒരു ക്ഷമാപണം പറയുന്നു. അപ്പോൾ എല്ലാവരോടും ഒന്നും കൂടി പറയാണ്, നിങ്ങൾ ദീപ്തിയുടെ ദോസ്തുക്കളാണ്, ദീപ്തീസ് ഓൾഡ് സ്റ്റുഡൻറ്റ്. ദോസ്തുക്കളോട് പറയാനുള്ളത് ചങ്ങാത്തത്തിനെ കുറിച്ചാണ്. അപ്പം അത് ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. ഏ ദോസ്തോം തുമ്നെ ഹീ ചോട് ദേ ദീപ്തി കീ ചോസ്തി തുമ്നെ ഹീ ചോട് ദേ. അതായത് ദീപ്തിയുടെ ചങ്ങാത്തം ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ഇങ്ങനെ ഞങ്ങളെ ആദരിച്ചാലും ഇതിലൊക്കെയുള്ള സന്തോഷം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിൽക്കുന്നു. നിങ്ങൾക്കെല്ലാ ആശംസകളും നേരെയാണ്. നന്ദി.
നമസ്കാരം.